ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങൾ ഇന്ന് ഹെർബർട്ട് പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് ഡബ്ലിനിലെ ഒരു പാർക്കാണ്. ഹെർബർട്ട് പാർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് ചെറി ബ്ലോസം ആണ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കണ്ടിരുന്നു. ഇപ്പൊ ബാംഗ്ലൂരിൽ ചെറി ബ്ലോസം ഉണ്ടായത്. അത് ബാംഗ്ലൂരിലെ വീഡിയോ തന്നെയാണെന്ന് അറിയില്ല, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ റോഡിന്റെ സൈഡിൽ ഒന്ന് രണ്ട് ചെറി ബ്ലോസം ഒക്കെ കണ്ടിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കിയാൽ അറിയാൻ പറ്റില്ല അവിടെ ഫുള്ള് പൂത്ത് നിൽക്കുകയാണോ അല്ലയെന്ന്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഹെർബർട്ട് പാർക്കിലേക്ക്. ഇത് ഡബ്ലിനിൽ തന്നെയുള്ള ഒരു പാർക്കാണ്. ഡബ്ലിൻ സിറ്റി ഏരിയയിലുള്ള ഒരു പാർക്കാണ്. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളിവിടെ ഒരു സൺഡേ മാർക്കറ്റ് കണ്ടു. അപ്പം ഞങ്ങളൊരു കോഫി കുടിച്ചിട്ട് അങ്ങ് പോയാലോ എന്ന് ഓർക്കുക. ഞങ്ങൾ വന്ന വഴിക്ക് കണ്ട ഒരു സൺഡേ മാർക്കറ്റ് ആണ്. ഈ സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ ഷോപ്പുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇത് സൺഡേയിൽ മാത്രം ഓപ്പൺ ഉള്ളൂ. ഇവിടെ എന്താ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കുറെ ചെറിയ ലോക്കൽ ഷോപ്പുകൾ ഉണ്ട്. അപ്പൊ കുറെ ലോക്കൽ ഫുഡുകളൊക്കെ ഉണ്ട്. ഞാനൊരു കോഫി വാങ്ങി, ലിയാപ്പി ഒരു ചിമ്മിനി കേക്ക്. ഞങ്ങളൊരു ഡിഫറെന്റ് ആയിട്ട് ഒരു സാധനം കണ്ടങ്ങ് വാങ്ങി നോക്കിയതാണ്. എന്താ ടേസ്റ്റ് എന്ന് അറിയില്ല, കഴിച്ചു നോക്കിയിട്ട് പറയാം. കണ്ടിട്ട് വലിയ കുറച്ച് വലിപ്പമുള്ള കേക്കാണ് കേട്ടോ. പിന്നെ ഇതിന്റെ നടുക്ക് ഒരു നടുക്കൊന്നുമില്ല, ചൂടുണ്ട്. ഇപ്പൊ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി എടുത്തല്ലേ. നല്ല സിനമന്റെ മണം വരുന്നുണ്ടേ. ആ ടേസ്റ്റ് തന്നെ നമ്മള് സിനമൺ ബണ്ണ് വാങ്ങുന്നില്ലേ, അതേപോണക്കൊക്കെ തന്നെ ഏകദേശം ഒരു ടേസ്റ്റ്. നല്ല ചൂടുണ്ട്, നല്ല രസമുണ്ട്. ഒരു ക്രിസ്പിനെസ് ഒക്കെ ഉള്ള ഒരു നല്ല കേക്ക്. ചൂടായിട്ട് തന്നെ തിന്നണം അതിന്റെ ടേസ്റ്റ് വരണമെങ്കിൽ തോന്നുന്നു. നല്ല മൂവി ചെയ്താലോ. പോയപ്പോ ഞങ്ങള് ഹെർബർട്ട് പാർക്കിൽ എത്തി. എന്തായാലും ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ പൂവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ പാർക്കിന്റെ നടുക്ക് കൂടെ പോകുന്ന റോഡ്. അപ്പൊ ഈ പാർക്ക് എന്ന് പറയുന്ന ഒരു 32 ഏക്കേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ്. ഇതിന്റെ നടുവിലെ കൂടെ ഉള്ള ഈ റോഡാണ് ഇതിനെ രണ്ടായിട്ട് തിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഒരു സൈഡിലേക്കാണ് പോകുന്നത്. ചെറിയൊരു റോഡ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ അതിന്റെ രണ്ട് സൈഡിലും നിറച്ച് ഇങ്ങനെ ബ്ലോസം ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങള് കറക്റ്റ് എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഇതാണ് പാർക്കിന്റെ എൻട്രൻസ്. ഇവിടുന്ന് കേറുമ്പോഴേ നമുക്ക് കാണാം ഫുള്ള് ചെറിയ ബ്ലോസം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. വേറൊരു വെള്ള കളറിലുള്ള ചെറി ഉണ്ട്. അത് മറ്റേ പൂക്കളായിട്ട് വ്യത്യാസമുണ്ട്. അത് ചെറി ബ്ലോസം തന്നെയാണോന്ന് അറിയില്ല. മറ്റേ പൂക്കളാണെങ്കിൽ ഭയങ്കര കട്ട കുത്തിയിട്ട് ഭയങ്കര തിക്കായിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ഇത് ഇത്രയും വലിയ ഒരു കൊലയായിട്ടല്ല ഉണ്ടായിട്ടുള്ളത്, ഈ വെള്ള കളറിലുള്ളത്. ഇവിടെ ഫുള്ളി പാക്ഡ് ആണ്, ഫുള്ള് ആൾക്കാരാണ്, നിറച്ച ആൾക്കാർ. ഞാൻ ഇതുവരെയായിട്ടും ഡബ്ലിനിലെ ഒരു പാർക്കിൽ ഇത്രയും ആൾക്കാരെ കണ്ടിട്ടില്ല. അത്രയും ആൾക്കാരാണ്. ഇന്ന് സൺഡേ ആണ്, നല്ല വെതറാണ്. പിന്നെ മെയിൻലി ഇവിടുത്തെ പൂക്കൾ മൊത്തം പൂത്തിട്ടുണ്ട്. പിന്നെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു തടാകമുണ്ട്. അവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ. അവിടെ ഒരു കൊച്ചു സീഗലിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. കുറേ ബേർഡ്സ് അവിടെ വന്നിട്ടുണ്ട്. സീഗൾ മാത്രമല്ല, കുറേ പ്രാവുണ്ട്, ഡക്ക്, എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അവിടെ. ഇവിടെ വലിയ മീനുണ്ട്. ഒരു മീൻ പോകുന്നു, വേറെ ഒരു മീൻ വരുന്നുണ്ട് അവിടുന്ന്. നല്ല വലിപ്പമുള്ള മീനാണത്. ഇവിടെ കാണുന്ന ഈ താറാവിനൊക്കെ വലിപ്പമുണ്ട് ആ മീനിന്. 2 മീനുണ്ട്. ഞങ്ങൾ ഈ ലേക്കിന്റെ അറ്റത്ത് വന്നപ്പോൾ ഇവിടെ ചെറിയൊരു ഐലൻഡ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിന്റെ നടുക്കും ഇങ്ങനെ 3-4 ചെറി ബ്ലോസം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. അതിന്റെ താഴെയാണെങ്കിൽ കുറെ താറാവും പ്രാവും സീകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു തരം താറാവാണ് കേട്ടോ. പക്ഷെ ഇത് പറക്കാൻ പറ്റും, നല്ല ഹൈറ്റിൽ പറക്കുന്ന താറാവാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ സാധാരണ പ്രാവിരിപ്പുണ്ട്. പിന്നെ ഈ ബേർഡിന്റെ പേര് എനിക്ക് അറിയില്ല. ഇവിടെ ഈ വെള്ള കളറിലുള്ള ബേർഡ് സീകളാണ്.
ഇനി പാർക്കിൽ ഈ ചെറി ബ്ലോസം ട്രീ വെച്ചേക്കണത് ഒരു യു ഷേപ്പിലാണ്. ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് യു ഷേപ്പിൽ. അതിന്റെ രണ്ട് സൈഡിലാണ് ചെറി ബ്ലോസംസ് വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ യു ഷേപ്പിലുള്ള കറക്റ്റ് ഫുള്ള് കാണാൻ പറ്റും. ഈ അറ്റത്തു നിന്നാണ് തുടങ്ങുന്നത്. അറ്റത്തു നിന്ന് തുടങ്ങി ഇങ്ങനെ റൗണ്ട് ചെയ്ത് അതേ റോട്ടിൽ തന്നെ, ആ റോഡ് ഇങ്ങനെ അതിലെ അപ്പുറത്തൂടെ പോകുന്നുണ്ട്. ആ റോട്ടിൽ തന്നെ വന്ന് അവസാനിക്കും. ഇന്ന് നല്ല ക്ലൈമറ്റ് അല്ലേ? നല്ല ക്ലൈമറ്റോ, ജാക്കറ്റ് ഇടാതെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അതെ, കുറെ നാൾ കൂടിയിട്ടാണ് ഞങ്ങൾ ജാക്കറ്റ് ഒന്നും ഇടാണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് കിട്ടുന്നത്. കാരണം ഇപ്പോൾ സ്പ്രിംഗ് ആണ്. ശരിക്ക് സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ചെടികളൊക്കെ നന്നായി പൂക്കുന്ന ഒരു സമയമാണ്. മെയ് അവസാനം സ്പ്രിംഗ് തീരും. അത് കഴിഞ്ഞിട്ടാണ് സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വിന്ററിൽ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച വരെയും ശരിക്കും നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ചെറിയൊരു ഇതേപോലെ വെയിലൊക്കെ ഉള്ള ഒരു കാലാവസ്ഥ കിട്ടുന്നത് ഞങ്ങൾക്ക്. ചെറി ബ്ലോസം എപ്പോഴാ പൂക്കണേന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പൊ അതേപോലെക്കായിരിക്കും എല്ലാരും ഇരിക്കുന്നത്. അതെ, ഞങ്ങൾക്ക് കഴിഞ്ഞ പോലെ തൊട്ട് വെയിറ്റിംഗ് ആണ്. കാരണം എല്ലാവരുടെയും ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ കാണാറുണ്ട് ചെറി ബ്ലോസത്തിൽ പോയി നിന്നിട്ടുള്ള. അപ്പൊ ഞങ്ങൾ ഇത് ഇത്രയും പൂക്കള് ഇങ്ങനെ ഒരുമിച്ച് പൂത്തിട്ട് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീടിന്റെ അവിടെയൊക്കെ ചെറിയ 1-2 ചെടികളൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വലിയ മരങ്ങൾ ഫുള്ള് ഒരുമിച്ച് പൂത്ത് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ വിചാരിച്ചു ചെറി ബ്ലോസം നമ്മൾ ഈ പൗഡറൊക്കെ വാങ്ങുമ്പോൾ അതിനൊരു മണമൊക്കെ ഇല്ലേ, ആ മണമൊക്കെ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ ഇവിടെ പൂവിന് മണമൊന്നുമില്ല. നീ മണത്ത് നോക്കിയായിരുന്നു അത്? ആ, പിന്നെ ആ അറ്റത്ത് കുറച്ച് ടോപ്പുകളൊക്കെ കാണാനുണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയി നോക്കിയാലോ? എന്തായാലും ഇവിടെ പാർക്കിൽ മൊത്തം ആൾക്കാര് വെയിൽ കൊള്ളാനും ഇങ്ങനെ ചെറിയ എല്ലാരും ഫുഡൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത്. സൈക്കിളും കൊണ്ട് വന്നിട്ടുണ്ട് ആൾക്കാര്. എല്ലാവരും ഇതേപോലെ ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ട് നിലത്തിട്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാണ്. ഇവിടെയും ചെറിയ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. ചെറിയ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വിൽക്കാനുള്ള ഒരു ഷോപ്പ്. അതേപോലെ ഇവിടെ തൊപ്പികളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. ക്യാപ്പ്, കുറെ ഹാൻഡ് ക്രാഫ്റ്റഡ് സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം കിടന്ന് കറങ്ങുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം കിടന്ന് കറങ്ങുന്നുണ്ട്. നല്ല രസമുണ്ട്. അടിപൊളി. ഇവിടെ നല്ല തിരക്കുണ്ട് ഇന്ന്. എല്ലാവരും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. പെയിന്റിങ്സ്, ഫ്ലവേഴ്സ്, ഒത്തിരി സാധനങ്ങളുണ്ട് ഇവിടെ. ഫുഡ് മാത്രമല്ല കേട്ടോ. ശരിക്ക് ഇന്ന് ഒരു ആഘോഷമാണ്. കാരണം നല്ലൊരു വെതർ കിട്ടിയത് കാരണം എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് സൺഡേ ആയിട്ട്. അതിന്റെ ഒരു ആഘോഷവും ഒരു ഹാപ്പി വൈബൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. നമുക്ക് ഇവിടെ ഒന്ന് കഴിച്ചാൽ മതിയായിരുന്നല്ലേ? ഇവിടെ ഇത്ര സെറ്റപ്പുകളൊക്കെ ഉണ്ടെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഇവിടെ കണ്ട സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ ചെടികളും പൂക്കുന്ന സമയമാണ്. ഇത് ഡാഫഡിൽസ് ആണ്. ഇതിന്റെ ടൈം കഴിഞ്ഞു. ഇവിടെ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു. അത് കാണാൻ വന്നിരിക്കുക. ഇവിടെ കുറെ നേരമായിട്ട് ഇരിക്കുന്നു. ഒരു 3/4 മണിക്കൂറായിട്ടുണ്ടാവും ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കളി കാണാൻ. ഒരു ഗോൾ അടിച്ചിട്ടുള്ളൂ ഇതിലായിട്ടും. ഇവിടെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. കുറെ പേര് കളി കാണാൻ വന്നിട്ടുണ്ട് ഇന്ന്. നടക്കാൻ വന്നവര് കുറെ പേര് പട്ടീനെ കൊണ്ട് വന്നവരും ഒക്കെ സൈഡിലിരുന്ന് കളി കാണുന്നുണ്ട്. കളി കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങളും അതുപോലെ വന്നിരുന്നതാ. ഇപ്പൊ ഞങ്ങളുടെ അടുത്തും അപ്പുറത്തൊക്കെ കുറെ പേര് ഇരുന്ന് കളി കാണുന്നുണ്ട്. ഞങ്ങൾ നടന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അപ്പുറത്തെത്തിയപ്പോ അവിടെ റിവർ ഉണ്ട്. അധികം വെള്ളമൊന്നും ഇല്ല. എന്തായിരുന്നു ഈ റിവറിന്റെ പേര്? റിവർ ഡോഡർ. അവിടെയായിരുന്നു നമ്മള് ഫുട്ബോൾ കണ്ടത്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി ഈ റിവറിന്റെ സൈഡിൽ കൂടെ നടക്കാനുള്ള വഴിയൊക്കെ ഉണ്ടേ. അവിടേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്സ് ആണ്. ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഇവിടെ ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. ഇവിടുത്തെ എല്ലാ റിവറിലെയും വെള്ളം ഇതേപോലെ ഒരു ജാതി കലക്ക വെള്ളം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നല്ല നമ്മുടെ നാട്ടിൽ നല്ല തെളിനീര് പോലത്തെ വെള്ളം ഇവിടുത്തെ ഒരു റിവറിലും കണ്ടിട്ടില്ല. അതെന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ഇരുന്ന ഗ്രൗണ്ടിന്റെ ഓപ്പോസിറ്റ് കുറച്ചപ്പുറത്ത് വേറൊരു ഗ്രൗണ്ടും കൂടെ ഉണ്ട്. ചെറിയ പിള്ളേരൊക്കെ വന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും പുറത്താണ്. പ്രത്യേക കാരണം എന്ന് വെച്ചാൽ ഇന്ന് 17 ഡിഗ്രി ആണ് കേട്ടോ കാണിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് 17 ഡിഗ്രി വന്നിട്ടുള്ളത് ഡബ്ലിനില്. എല്ലാവരും അതിന്റെ ഒരു സന്തോഷത്തില് എല്ലാവരും പുറത്താണ് ഇന്ന്. അപ്പൊ ഞങ്ങൾ പാർക്ക് മൊത്തം കണ്ടു. എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിച്ചെന്ന് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് പിന്നെയും കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.